ഹലോ വെൽക്കം ബാക്ക് ടു ഹഫീസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ സാലഡിൻ്റെ റെസിപ്പിയാണ്. പൈനാപ്പിൾ സാലഡ് പറഞ്ഞാൽ വളരെ മറ്റ് സാലഡിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. ഇതിന് ഒരു മധുരം പൈനാപ്പിൾ ചേർക്കുന്നതാണ്, കുറച്ചൊരു മധുരമുള്ള ഒരു ടൈപ്പ് സാലഡാണ്. സോ ഇത് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഈ സാലഡിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് ഒരു 1/4 ഭാഗം പൈനാപ്പിളാണ് ഞാൻ എടുത്തത്. പിന്നെ നമ്മൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് കുക്കുംബർ, പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒനിയനും കൂടെ വേണം. അപ്പോൾ നമ്മളിത് ചെറുതാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നമ്മൾ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സാലഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പൈനാപ്പിൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ക്യാബേജോ ക്യാരറ്റൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് പെപ്പർ പൗഡർ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓനിയന് ചേർത്തിട്ട് ബാക്കി 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യാം. ഓനിയനും ഞാൻ ഒരു ഓനിയനാണ് എടുക്കുന്നത്. ഒരു ചെറിയ ഓനിയന് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിന് തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതിന് തലേന്ന് റെഡിയാക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു സാലഡ് നാളത്തേക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സാലഡ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേറൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു സാലഡുമാണ്, വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching my video.